ഓക്കെ, അക്ഷയ്ക്ക് എന്തോ ബന്ധമുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങി നോക്കാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സ്പ്രിങ്ങിന്റെ കേസിൽ അടുത്ത ഒന്നുള്ളത് നിങ്ങളുടെ കോൺസെൻട്രേറ്റ് സ്പ്രിംഗ് ആണ്. ഇത് നിങ്ങളുടെ അടുത്ത അസൈൻമെന്റ് ആണ്. അപ്പൊ അതില് ഈ ഒരു ഡെറിവേഷൻ പ്ലസ് അതിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയാം എന്താണ് കോൺസെൻട്രേറ്റ് സ്പ്രിംഗ് എന്ന്. കോൺസെൻട്രിക് സ്പ്രിങ്സ്. ഓക്കെ, ഈ പേര് പറയുന്ന പോലെ തന്നെയാണ്, കോൺസെൻട്രിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് സ്പ്രിങ്ങിന്റെ. ഓക്കെ, സോ അറേഞ്ച്മെന്റ് കേസിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അറേഞ്ച്മെന്റ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇതിപ്പം ഈ ഒരു ഡയറക്ഷനിലേക്കാണെങ്കിൽ മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും. ഇത് വെറുതെ കൊണ്ടല്ല, അത് രണ്ടും കൂടെ അങ്ങ് കണക്റ്റഡ് ആയി പോയിട്ട് അതിന്റെ അതിന്റെ എഫിഷ്യൻസി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കിയിട്ട് ഇടുന്നത്. ഓക്കെ, അഗൈൻ കോൺസെൻട്രിക് സ്പ്രിങ്ങിന്റെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. സെയിം മെറ്റീരിയൽ ഈസ് യൂസ്. ഓക്കെ, സെയിം മെറ്റീരിയൽ with same number of turns is used. Okay, and the compression അത് എല്ലാ കാര്യങ്ങളും രണ്ടിലും സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ എന്തിനു യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ സ്പ്രിംഗ് ആക്ഷൻ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം വെക്കുന്നത്, രണ്ട് മൾട്ടിപ്പിൾ സ്പ്രിംഗ് വെക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഏതെങ്കിലും ഒന്ന് അഥവാ ഫെയിൽ ആയി പോയി കഴിഞ്ഞാലും മറ്റേത് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് രണ്ടെണ്ണം വെക്കുന്നത്. ഓക്കെ, സോ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ സബ്ജക്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദാറ്റ്, സോ ഇക്വേഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. നമ്മൾ ഹെലിക്കൽ സ്പ്രിംഗിന് പഠിച്ച സെയിം ഇക്വേഷൻസ് തന്നെയാണ്. ചെറിയ കുറച്ച് ഇതിന്റെ കോൺസെൻട്രിക് സ്പ്രിംഗ് വരുമ്പോൾ കുറച്ച് റിലേഷൻഷിപ്പ് വരും ബിറ്റ്വീൻ ദ ടു സ്പ്രിംഗ്സ്. ഓക്കെ, ആ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിനാണ്, സോ ഹിയർ the axial, the load acting is given as W. W1 is the load shared by the outer ring or outer spring. W2 load shared by the inner spring. Okay, and diameter D1 എന്ന് പറയുന്നത് പിന്നെ ഔട്ടർ റിംഗിന്റെ ഔട്ടർ ഡയമീറ്റർ, ഇന്നർ റിംഗിന്റെ ഡയമീറ്റർ ആൻഡ് അതർ തിങ്സ്. ഓക്കെ, വഗേര വഗേര അല്ലെ, ബാക്കി കാര്യങ്ങളൊക്കെ വന്നു അല്ലെ. ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, സിൻസ് ദ മെറ്റീരിയൽ ഈസ് സെയിം, ദ പെർമിസിബിൾ സ്ട്രെസ് or the maximum stress that can act on the first spring is always equal to which can act on the second spring. Okay, so you are equating tau1 with tau2. Okay, and if you equate tau1 plus with tau2, the common terms kore പോകും. അങ്ങനെയാണെങ്കിൽ you will get a final relationship as W1 D1 divided by D1 cube is equal to W2 D2 divided by D2 cube. ഇതാണ് ഒരു relationship for this one. Okay, സെക്കൻഡ് എടുക്കുന്ന കാര്യം വെച്ചാൽ യുവർ ഡിഫ്ലക്ഷൻ, കാരണം രണ്ടിലും ഒരേ ലോഡ് ആയിട്ട് രണ്ടും ഒരുമിച്ചാണ് കംപ്രസ് ആവുക. സോ ദ ഡിഫ്ലക്ഷൻ Δ1 will be equal to Δ2. Okay, Δ1 is equal to Δ2. So upon solving, അതൊന്നുകൂടെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ you will get a relationship something like this. W1 D1 cube is divided by small d1 raised to 5. W1 D1 cube, രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ D1 cube divided by small d1 raised to 5 is equal to W2 D2 cube divided by small d2 raised to 5. Okay, see relationship ഒന്നും ബയായിട്ട് പഠിക്കണ്ട, ഡയനാമിക്കൽ ഇക്വേഷൻ തന്നെയാണ്. രണ്ട് ഇക്വേറ്റ് എന്തൊക്കെ കോമൺ ടേംസ് ഒഴിവാക്കാന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ. ഓക്കെ, ആൻഡ് ഇൻ അഡീഷൻ ടു ദിസ് വൺ, ഫോർ പ്രോബ്ലം സോൾവിംഗ് നമുക്ക് ഒരു കാര്യം കൂടെ ആവശ്യമുണ്ട്, വിച്ച് ഇസ് ദ ക്ലിയറൻസ് ബിറ്റ്വീൻ ദി സ്പ്രിംഗ്സ്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ക്ലിയറൻസ്. ഓക്കെ, ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് പ്ലസ് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലെ ഗ്യാപ്പ്. ഓക്കെ, ഇതാണ് ടോട്ടൽ ക്ലിയറൻസ് വരും. ഓക്കെ, സോ ഇറ്റ്സ് ആക്ച്വലി ഇവിടെ കണ്ടാല് ഇത് ഒരു ഇവിടെ ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ക്ലിയറൻസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു D1 by 2, ഓർ നമുക്ക് ഇങ്ങനെ പറയാം 2C is equal to D1 minus capital D2 minus D1 minus D2. Right, you can represent it as like this as well. Okay, so ഇതാണ് അതിന്റെ ക്ലിയറൻസ്. ഇതിപ്പോ ഒരു പോർഷനിൽ സി ആണ്, ഇതാണ് ഒരു പോർഷനിലാണ് ഈ ക്ലിയറൻസ് പറഞ്ഞത്. ടോട്ടൽ സി കേട്ടാ, ഇത് മാത്രമാണ് ക്ലിയറൻസ്. അപ്പൊ 2C എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ടോട്ടൽ ക്ലിയറൻസ് കിട്ടും. ടോട്ടൽ ക്ലിയറൻസ് കിട്ടാൻ ഔട്ടർ ക്യാപിറ്റൽ D1 minus D2, ക്യാപിറ്റൽ D1 minus D2 എന്ന് പറയുമ്പോൾ ഔട്ടർ സ്പ്രിംഗിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് മൈനസ് ഇന്നർ സ്പ്രിംഗിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. അതിൽ എന്ത് ചെയ്യാം, അത് കൂടാതെ അതിൽ നിന്ന് മൈനസ് എന്ത് ചെയ്യാം D1 പ്ലസ് D2 ആണ്. അതിൽ നിന്ന് ഇതിന്റെ സ്പ്രിംഗിന്റെ ഡയമീറ്റർ സം ഓഫ് ദ ഡയമീറ്റേഴ്സ് അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ക്ലിയറൻസ് ഡിസ്റ്റൻസ് എത്ര വെച്ചാൽ കിട്ടും. ഓക്കെ, ഇതാണ് ഒരു അഡീഷണൽ വരുന്ന ഇക്വേഷൻ, ക്ലിയറൻസ്. ഓക്കെ, സോ ആവശ്യമുണ്ടാവും പ്രോബ്ലം സോൾവ് ചെയ്യാൻ. സോ ബേസ്ഡ് ഓൺ ദീസ് 3 equations you can solve the problem. That's it. ഓക്കെ, അത്ര ഒരു കോൺസെൻട്രിക് സ്പ്രിംഗിന്റെ കേസിൽ കൺസെപ്റ്റ് വരുന്നുള്ളൂ. വളരെ സിമ്പിൾ ആൻഡ് വളരെ ഡയറക്റ്റ് ആണ്. തിയററ്റിക്കൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം. പ്രോബ്ലം ആണെങ്കിൽ ബേസ്ഡ് ഓൺ ദിസ് റിലേഷൻഷിപ്പ് യു ക്യാൻ സോൾവ് ആൻഡ് ഫൈൻഡ് ദ
parts. Okay, whatever it is. Right. Okay, അല്ലേ? സമയങ്ങളുണ്ടല്ലോ. ഓക്കെ അല്ലേ? കേട്ടണോ? പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹലോ. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. ആ ക്വസ്റ്റ്യൻ ഞാൻ തരാം. ബേസിക് റിലേഷൻഷിപ്പ് അത്രേ ഉള്ളൂ, ഇക്വേഷൻസ് അത്രേ ഉള്ളൂ. സെയിം ഇക്വേഷൻസ് തന്നെ യൂസ് ചെയ്ത് ബാക്കി നമ്പർ ഓഫ് ടേൺസും ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്ന ഇക്വേഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. തൽക്കാലം ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വേറെ വഴിയില്ല. ഇടയ്ക്ക് കെട്ടാവുന്നില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഫൈനൽ ടോപ്പിക്കിലേക്ക് പോവാം, വിച്ച് ഇസ് യുവർ ലീഫ് സ്പ്രിംഗ്. ഓക്കെ. വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ് ലീഫ് സ്പ്രിംഗ്. Okay. The last topic from this module is leaf spring. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ചോദ്യം ഇതിൽ ഉണ്ടാവാറുണ്ട് ലീഫ് സ്പ്രിംഗിന്റെ. ആൻഡ് ഇറ്റ് ഇസ് വെരി സിമ്പിൾ ആസ് വെൽ. ഓക്കെ. പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. വളരെ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് മാത്രമേ പ്രോബ്ലത്തിലുള്ളൂ. ഓക്കെ. സോ അത്രയും കാര്യങ്ങൾ ബേസ് ചെയ്ത് നമുക്ക് ലീഫ് സ്പ്രിംഗിന്റെ ബേസിക് കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ. സോ എന്താണ് ലീവ് സ്പ്രിംഗ്? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സോ ദിസ് ഈസ് ദ ലീവ് സ്പ്രിംഗ്. ഓക്കെ. ഇതുപോലെയാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. സോ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ഓട്ടോമൊബൈൽസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. പ്രത്യേകിച്ച് ഹെവി വെഹിക്കിളിന് കുറച്ചുകൂടെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. കുറച്ച് വലിയ സൈസുകളിലായിരിക്കും. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ. ഈവൻ ചിലപ്പോൾ നമ്മുടെ ഈ ചില മോഡിഫിക്കേഷൻ വരുന്നത്, നമ്മളിപ്പോ ബൊലേനൊക്കെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് അതിന്റെ എന്താ ചെയ്യാ, എന്താ പറയാ, ചിലപ്പോൾ ഈ ആർട്ടിക്കിൾസ് സപ്ലൈ ചെയ്യുന്ന ആളുകളിലൊക്കെ ചെയ്യുന്ന നമുക്കൊരു കാണാറുണ്ട് അല്ലെ. അതില് വീണ്ടും മോഡിഫിക്കേഷൻ വരുന്നതിന് കൂടുതൽ വെയിറ്റ് കൊള്ളാവുന്ന തരത്തിലൊരു ബാക്കിൽ ഒരു ക്യാബിനൊക്കെ ചെയ്യും. ഓക്കെ. അപ്പൊ അതിന്റെ കേസിലൊക്കെ വീണ്ടും അഡീഷണൽ ലീവ് സ്പ്രിംഗ് ആണ് അവിടെ ആഡ് ചെയ്യുക. ഓക്കെ. അപ്പോ ലീവ് സ്പ്രിംഗിന്റെ കേസിൽ ബേസിക് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് നമ്മളെ നോർമൽ ഹെലിക്കൽ സ്പ്രിംഗിന് ഇറ്റ് ക്യാൻ ഓൺലി വിത്ത്സ്റ്റാൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ ഷോക്ക് അബ്സോർബർ. ഇറ്റ് ഓൾവേസ് അബ്സോർബ്സ് എനർജി അല്ലെ. അപ്പോൾ ലീവ് സ്പ്രിംഗിന്റെ കേസിൽ it can take a torque, it can take the axial force, it can take the bending moment and all. Okay. So ഒരു multi-purpose ആണ് ഒരു leaf spring ഒരു വെഹിക്കിളിനകത്ത് ചെയ്യാൻ. Right. Now, so basic construction of a leaf spring, it consists of actually a main leaf. Okay. So this is the main leaf, outer layer. Okay. Main leaf in the case, രണ്ട് എൻഡില് you have a spring eye. So this portion is called a spring eye. Okay. So this spring eye is for the attachment. Okay. You can see from this figure, it is for attaching this to the vehicle. Right. Fine. So when you are considering the total length of the main leaf, you have to consider this extension portion as well. Okay. Right. Now, so this basically your leaf spring actually consists of full length leaves and graduated leaves. Okay. So you can see from the figure itself, this is a major leaf. That's a major leaf, and there are full length leaves. Almost as well length of the full length leaves, and you can see. So this is the main leaf. Plus you can see a full length leaf. Okay. This one is also a full length leaf. Okay. The additional spring eye വരുന്നത് അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള additional കാര്യങ്ങളാണ്. Okay. So up to this point you can see an additional leaf as well. Okay. So this is called, these two are called the full length leaves. Full length leaves. So other leaves are called the graduated leaves. Graduated leaves. Okay. And this center distance is called the distance. Initially ഒരു compressed stage ലാണ് ഉണ്ടാവുക. Okay. ഒരു വില്ല് പോലെ ഉണ്ടാവുക. And the distance is called the camber. Okay. And this complete leaves are attached using a bolt arrangement. Okay. A bolt arrangement of the center bolt under, and then there are two U clips attached to this one. Okay. And this is arranged in this fashion. Okay. So when two U clips are arranged, എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ center portions എല്ലാം ഇങ്ങനെ tightly stopped down. Okay. ഇതുപോലെ വേറെ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ടൈറ്റ്ലി പാക്ഡ് പൊസിഷനിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ അതിനൊരു സ്പ്രിംഗ് ആക്ഷൻ അല്ലെങ്കിൽ സ്പ്രിംഗ് എഫക്ട് കൊടുക്കില്ല. ഓക്കെ. സോ ദ എഫക്റ്റീവ് ലെങ്ത് ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ, ഈ ഒരു കേസിലെ എഫക്റ്റീവ് ലെങ്ത് ഇറ്റ് ആക്ച്വലി റെഡ്യൂസസ്. എഫക്റ്റീവ് ലെങ്ത് ബിക്കംസ് 2L1 minus L1. Okay.
2L1 is the total length. അതിന് ഈ ഒരു പോർഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ when you are adding 2 U clips, okay, കാരണം അവിടെ ഒരു സ്പ്രിംഗ് ആക്ഷൻ വരുന്നുണ്ട്, അത് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാന്നുള്ളത് മാത്രം. Okay, now similarly there are 2 rebound clips attached at towards the sides. Okay, ഇത് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു ബേസിക് ഒരു കാര്യം മാത്രമാണ്. ഒരു സ്പ്രിംഗ്, ഒരു ലീവ് സ്പ്രിംഗിന്റെ കേസിൽ ഒരു പെക്യുലർ അറേഞ്ച്മെന്റ് ആണ്, ഒരു ഇൻട്രസ്റ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഒരു ലീവ് സ്പ്രിംഗിന്റെ കേസിലുള്ളത്. ഓക്കെ, ഒരു നമ്പർ ഓഫ് ഒരു സ്പ്രിംഗ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഒരു ലീവ് സ്പ്രിംഗ് വന്നിട്ടുള്ളത്, അല്ലെ? നമ്മൾ സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഹെലിക്കൽ സ്പ്രിംഗ്, അതുപോലെ ടോപ്പ്, പിന്നെ എന്താണ് സ്പൈറൽ സ്പ്രിംഗും അതുപോലത്തെ കേസുകളൊക്കെയാണ്. പക്ഷെ ഇത് എൻറ്റയർലി ഡിഫറെന്റ് സിനാരിയോ ആണ് ഇവിടെ കാണുന്നത്. ഇത് നമ്പർ ഓഫ് പ്ലേറ്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ച ഒരു ഫോമാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് വന്നത് നമുക്ക് നോക്കാം. എന്ത് ബേസിസിലാണ് ഈ ഒരു ഡിസൈനിലേക്ക് എത്തിത്തീർന്നത്, എങ്ങനെയാണ് ഒരു ലീവ് സ്പ്രിംഗിന്റെ ഡിസൈൻ വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്റെ ഒരു പ്രിൻസിപ്പിളും അതുപോലെ എന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കി നോക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് റീവിസിറ്റ് ചെയ്യും, നമുക്ക് ഇത് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും ചെയ്യും. ഓക്കെ, സോ ഹിയർ, ഓക്കെ, സോറി, ഇതുവരെ കേട്ടിട്ടില്ല, നിങ്ങൾ എല്ലാവരും ഇല്ലേ? ഹലോ, ഒരു തൃപ്തിയില്ലാതെ രാവിലെ എങ്ങനെയാണ്, എന്താ എല്ലാരും കേൾക്കുമെന്ന് അറിയില്ല. ഓക്കെ ഓക്കെ, ഇന്നെടുക്കുന്ന പോർഷൻ ഇന്നും ഇട്ടത് ഭയങ്കരമായിട്ടുള്ള പഴയ കുറെ പോർഷൻ ഉണ്ട്. പ്രശ്നം നോക്കാം, ഞാൻ കിട്ടിയാ. ഓക്കെ, എത്രാമത്തെ പാർട്ടാണെന്ന് ബുദ്ധിമുട്ടുണ്ട്, നോക്കാം. അത് ഇന്നിടാം, ഇടാം. ഓക്കെ ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഒരു ലീവ് സ്പ്രിംഗിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബേസിക് പ്രിൻസിപ്പിൾ ലീവ് സ്പ്രിംഗിന്റെ കേസിൽ basic principle for the construction of leaf spring എന്ന് പറഞ്ഞാൽ it's actually the spring action of a cantilever beam. Okay, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു സ്വിമ്മിംഗ് പൂളിൽ പോവാണ്. ഓക്കെ, അവിടെ ഒരു ബീം, ഇതുപോലെ ഒരു എക്സ്റ്റൻഡഡ് പോർഷൻ ഉണ്ട്, ഒരു വൺ എൻഡ് ഫിക്സ്ഡ്, അതിൽ ഒരു എൻഡിൽ ഒരാൾ വന്ന് നിൽക്കും, എന്നിട്ട് അവിടെ രണ്ട് ചാട്ടം ചാടും, അല്ലെ? സോ ഇറ്റ് ഇസ് ആക്ച്വലി ഗിവിംഗ് എ സ്പ്രിംഗ് ആക്ഷൻ, അല്ലെ? ഇത് ഒരു ഫോർവേഡ് അപ്വേർഡ് മോഷൻ അവിടെ ജനറേറ്റ് ചെയ്യണം, അതിനുശേഷം എന്താ ആശാൻ ചാടും, അല്ലെ? സോ സെയിം കാര്യമാണ്. സോ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അതിന്റെ ഒരു പിന്നെ ബീം അല്ലെങ്കിൽ ഒരു ബാറിന്റെ എക്സ്റ്റൻഡഡ് ബാറിന്റെ അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് വരാനുള്ള അതിന്റെ കഴിവാണ് ഇവിടുത്തെ പിന്നെ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ, so initially it was thought that you can use a cantilever, since the load acting is something like this. So initially when ഒരു സ്റ്റഡി നടത്തുമ്പോൾ ഒരു കാന്റിലീവർ ബീം, ഓക്കെ, ഇത് നമുക്കൊരു കാന്റിലീവർ ബീം ആണെന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഏതാണ്ട് ഇതുപോലെ ഒരു കാന്റിലീവർ ബീം ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, സപ്പോസ് ഐ എം യൂസിങ് എ കാന്റിലീവർ ബീം. ഓക്കെ, കാന്റിലീവർ ബീം. Okay, so let us consider a cantilever beam of thickness T and width B. Okay. So let us consider cantilever beam of thickness T and width B. Okay. So in this case, നമ്മൾ ഇതുപോലത്തെ ഒരു കാന്റിലീവർ ബീമിന്റെ ഒരു പീസ് നമ്മളോട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ, okay, then we know that the maximum stress acting
at the end of the beam, maximum stress acting in end portion when load is acting at this point. Okay, if the load is P, the load P is acting at this point, the maximum stress will be experienced at this end. Okay, if the length is L, right? Okay, so the maximum stress acting at the end is given by sigma is equal to m by I into by L, or it is equal to m by Z. Okay, now if the width is B and if the thickness is T, then you can represent this as the maximum stress sigma max is nothing but m divided by bt cube, so bt square by 6 as I said. Section modulus for this rectangular section is bt square by 6. Okay, or your maximum shear or maximum stress is equal to 6 into m divided by bt square, or you can represent it as in the form of loading condition. Sigma max is equal to 6 into P into L divided by V T square. Okay, so if a cantilever is used, it will experience a maximum stress of 6 times P into L divided by V T square. Okay, now similarly, the maximum deflection for this case will be maximum deflection for cantilever is given by delta max is equal to uh, PL cube divided by 3EI. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലെ, WL cube by 3A. W ന് പകരം ഇവിടെ ലോഡ് P ആണ്, so that is given by PL cube by 3EI. Okay, so your delta max is given by P into L cube divided by 3EI, right? Okay, now if I substitute for this I, okay, if I substitute for this moment of inertia I, and get the P into length is L cube divided by 3 into E into PT cube divided by 12, right? On substituting this one, I'll get it as 4 PL cube divided by E into PT cube. Okay, so my maximum deflection, if I'm taking it as, if I'm considering it as a cantilever beam, the maximum deflection will be 4 PL cube divided by EBT cube. Okay, right. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒരു സിമ്പിൾ കാൻഡിലിവർ നമുക്കിത് ഒരു കഥ പോലെയാണ്. നമുക്കിത് നമുക്ക് യാത്ര നടത്താണ് നമ്മൾ, പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് ഒരു യാത്ര നടത്താം. നമുക്ക് ഒന്നും അറിയില്ല. ഓക്കെ, ആ രീതിയിൽ നമുക്കിത് കാണാം. ഒന്നുമില്ലേ? ഹലോ, കാണുന്നു കേൾക്കുന്നില്ലേ? എല്ലാവർക്കും ഉള്ള പ്രശ്നം. സാറേ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഹലോ, എല്ലാവർക്കും പ്രശ്നം. പ്രശ്നമല്ലേ? ഒന്നും ചെയ്യാൻ കഴിയൂല, റെക്കോർഡ് ചെയ്തിട്ടല്ലേ രക്ഷയുള്ളൂ. റെക്കോർഡ് ചെയ്തൊരു സൗണ്ട് ഉണ്ടോ എന്ന് നോക്കണ്ടല്ലേ?